ഹായ് ഗൈസ്, എല്ലാവർക്കും മറ്റൊരു പുതിയ വീഡിയോയിലോട്ട് കൂടി സ്വാഗതം. ഞാൻ ജുനൈദ് കോഴിശ്ശേരി. ഫ്രണ്ട്സ്, നമ്മളിന്ന് നോക്കാൻ പോകുന്നത്, നമുക്കറിയാം കോവിഡ് എന്ന ഒരു മാരക വൈറസ് നമ്മുടെ ലോകത്തെ പിടിച്ചു കുലുക്കിയത് മുതൽ എല്ലാ കാര്യങ്ങളും ഡിജിറ്റലിലേക്ക് മാറിക്കൊണ്ടിരിക്കുകയാണ്. എല്ലാ മീറ്റിങ്ങുകളും അതുപോലെ ക്ലാസ് റൂമുകളും കോൺഫറൻസുകളൊക്കെ ഓൺലൈൻ സംവിധാനത്തിലൂടെയാണ് നടക്കുന്നത്. ഈ സാഹചര്യത്തിൽ നമുക്ക് എല്ലാവർക്കും പരിചിതമായിരുന്ന ഒരു വീഡിയോ കോൺഫറൻസിങ് ആപ്ലിക്കേഷനായിരുന്നു സൂം എന്ന ഒരു ആപ്ലിക്കേഷൻ. ഇത് നമുക്ക് മൊബൈലിലും ലാപ്ടോപ്പിലും കമ്പ്യൂട്ടറിലൊക്കെ ഉപയോഗിക്കാൻ കഴിയുമായിരുന്നു. എന്നാൽ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പാണ് സൂം എന്ന ഈ വീഡിയോ കോൺഫറൻസിങ് ആപ്ലിക്കേഷനിൽ ചെറിയ തരത്തിലുള്ള സുരക്ഷാ വീഴ്ചകളും സെക്യൂരിറ്റി പ്രോബ്ലംസ് ഒക്കെ റിപ്പോർട്ട് ചെയ്യപ്പെടുകയുണ്ടായത്. അതിനുശേഷം അതിൻ്റെ ഡൗൺലോഡിങ് വളരെ കുറയുകയും അത് ധാരാളം പേർ അത് ഒഴിവാക്കുകയും ചെയ്യുകയുണ്ടായി. സൂമിനെ ഏറ്റവും കൂടുതൽ ജനങ്ങൾക്ക് അത് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടാനുണ്ടായ കാരണം അതിൽ നമുക്ക് 100, 200, 300 പേർക്ക് വരെ ജോയിൻ ചെയ്യാൻ കഴിയുമെന്നായിരുന്നു. എന്നാൽ സൂം കഴിഞ്ഞാൽ, അതായത് സൂം ഇപ്പോൾ നമ്മുടെ രാജ്യം ഇന്ത്യ അത് നിരോധിക്കാൻ ഇരിക്കുകയാണ്. ഇപ്പോൾ നിലവിൽ അത് നിരോധിച്ചിട്ടില്ല. ഇപ്പോഴും കുറേ ആളുകൾ അത് യൂസ് ചെയ്യുന്നുണ്ട്. എന്നാൽ അത് യൂസ് ചെയ്യുന്നത് ഇപ്പോൾ അത്രയ്ക്ക് സേഫ് അല്ല എന്നാണ് ഞാൻ പറയുന്നത്. അപ്പോൾ നമുക്ക് സൂം ഉപയോഗിച്ചിട്ടില്ലെങ്കിൽ സൂമിനെ പോലെ നമുക്ക് എല്ലാ സൗകര്യങ്ങളും ലഭിക്കുന്ന മറ്റൊരു വീഡിയോ കോൺഫറൻസിങ് ആപ്ലിക്കേഷൻ ഉണ്ടോ എന്ന് ചോദിക്കുമ്പോൾ അതിൻ്റെ ആൻസറാണ് ഇന്നത്തെ വീഡിയോ ഭാഗത്തോടെ നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത്. വെബെക്സ് മീറ്റിംഗ് ആപ്ലിക്കേഷനാണ് നമ്മൾ ഇന്ന് പരിചയപ്പെടുന്നത്. വെബെക്സ് മീറ്റിങ്ങിലൂടെ നമുക്ക് സൂമിൻ്റെ അതേ ഫീച്ചേഴ്സ് ലഭിക്കുന്നതാണ്. എന്നാൽ അതിലേറെ ഏറ്റവും നല്ല ഒരു ഫീച്ചർ എന്തെന്ന് വെച്ചാൽ, നമുക്ക് സൂമിൽ 40 മിനിറ്റ് മാത്രമേ സൗജന്യമായിട്ട് നമുക്ക് മീറ്റിങ്ങുകളും കോൺഫറൻസിങ്ങുകളും സംഘടിപ്പിക്കാൻ സാധിക്കുള്ളൂ. എന്നാൽ ഈ വെബെക്സ് എന്ന മീറ്റിംഗ് ആപ്ലിക്കേഷൻ ഉപയോഗിച്ചാൽ നമുക്ക് അങ്ങനെ ഒരു പരിധി ഇവിടെ ലഭ്യമല്ല. നമുക്ക് ആർക്കും അത് എത്ര സമയവും ഫ്രീ ആയിട്ട് മീറ്റിങ്ങുകൾ സംഘടിപ്പിക്കാൻ സാധിക്കും. അതുപോലെ 50 പാർട്ടിസിപ്പൻസിന് ഇതിൽ ജോയിൻ ചെയ്യാൻ സാധിക്കുന്നതാണ്. അതുപോലെ ഈ ആപ്ലിക്കേഷൻ മൊബൈലിലും കമ്പ്യൂട്ടറിലും ലാപ്ടോപ്പിലും ഉപയോഗിക്കാൻ സാധിക്കുന്നതാണ്. അതുപോലെ മൊബൈലിൽ തന്നെ ആൻഡ്രോയിഡിലും iOSലും ഇത് ലഭ്യമാണ്. അതുപോലെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, നമുക്കിത് ജോയിൻ ചെയ്യുന്നതിന് വേണ്ടി ഇതിന് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. എന്നാൽ ഒരു വീഡിയോ ഹോസ്റ്റ് ചെയ്യുമ്പോൾ ആരാണ് വീഡിയോ ക്രിയേറ്റ് ചെയ്യുന്നത്, അപ്പോൾ അവർക്ക് ഇതിലൊരു അക്കൗണ്ട് സ്റ്റാർട്ട് ചെയ്യേണ്ടതുണ്ട്. സൂമിനെ പോലെ തന്നെ കുറച്ച് കഴിഞ്ഞിട്ട് അതിന് കൂടുതൽ ഫീച്ചേഴ്സ് നമുക്ക് ലഭ്യമാവണം എന്നുണ്ടെങ്കിൽ, കൂടുതൽ പാർട്ടിസിപ്പൻസിനെ അതിലേക്ക് ജോയിൻ ചെയ്യിപ്പിക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് അതിൻ്റെ അപ്ഗ്രേഡ് വെർഷൻ ഉപയോഗിക്കണം. അതിനുവേണ്ടി സബ്സ്ക്രൈബ് ചെയ്ത് കുറച്ച് എമൗണ്ട് നമ്മൾ പേ ചെയ്യേണ്ടി വരും. അപ്പോൾ എങ്ങനെയാണ് ഈ വെബെക്സ് മീറ്റിംഗ് ആപ്ലിക്കേഷൻ ഉപയോഗിക്കുക എന്നും, നമ്മുടെ മൊബൈൽ ഫോണിൽ എങ്ങനെ അതിലേക്ക് മീറ്റിങ്ങിലേക്ക് ജോയിൻ ചെയ്യുക എന്നും, അതുപോലെ തന്നെ അതിലെങ്ങനെ ഒരു മീറ്റിംഗ് സംഘടിപ്പിക്കുക എന്നും, മീറ്റിങ്ങിലേക്ക് മറ്റുള്ളവരെ എങ്ങനെ ജോയിൻ ചെയ്യിപ്പിക്കാം, എങ്ങനെ ക്ഷണിക്കാം, അതുപോലെ അതിലെങ്ങനെ നമുക്കൊരു ക്ലാസ് റൂമിൻ്റെ അതേ രൂപത്തിൽ വൈറ്റ് ബോർഡ്സ് ഉപയോഗിക്കുക എന്നതും, അങ്ങനെ എല്ലാ കാര്യങ്ങളും നമുക്കൊരു ക്ലാസ് റൂമിൻ്റെയും മീറ്റിംഗ് കോൺഫറൻസിങ് റൂമുകളുടെ അതേ പ്രതീതി എങ്ങനെ മൊബൈലിലൂടെ സംഘടിപ്പിക്കാൻ കഴിയും എന്നുള്ളതാണ് ഈ വെബെക്സ് മീറ്റിങ്ങിൻ്റെ ട്യൂട്ടോറിയലിലൂടെ നമ്മളിന്ന് കാണാൻ പോകുന്നത്. അപ്പോൾ കൂടുതൽ കാര്യങ്ങൾ അതെങ്ങനെ ഉപയോഗിക്കാം എന്നുള്ള എല്ലാ കാര്യങ്ങളും നമുക്ക് വീഡിയോ കണ്ടിട്ട് മനസ്സിലാക്കാം. എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ നമുക്ക് വെബെക്സ് ഓൺലൈൻ മീറ്റിംഗ് ആൻഡ് കോൺഫറൻസിങ് വീഡിയോ ആപ്ലിക്കേഷനെ കുറിച്ച് നമുക്ക് വിശദമായിട്ട് പരിചയപ്പെടാം. അതിൻ്റെ എല്ലാ മേഖലകളും എങ്ങനെയാണ് ഉപയോഗിക്കുന്നത് എന്നൊക്കെ നമുക്കിവിടെ കാണാവുന്നതാണ്. അതുപോലെ തന്നെ അത് ജോയിൻ ചെയ്യുന്നതിൻ്റെയും അത് മീറ്റിംഗ് സംഘടിപ്പിക്കുന്നതിൻ്റെയും ഒരു വീഡിയോ കൂടി നമുക്കിവിടെ കാണാവുന്നതാണ്. ആദ്യമായിട്ട് ഈ ആപ്ലിക്കേഷൻ നമ്മൾ ഡൗൺലോഡ് ചെയ്ത് വെക്കണം. ആപ്ലിക്കേഷൻ്റെ ലിങ്ക് ഞാൻ താഴെ നൽകിയിട്ടുണ്ട്. എന്നിട്ട് ശേഷം നമ്മൾ കുറച്ച് പെർമിഷൻസൊക്കെ നൽകുക. ഇവിടെ ജോയിൻ മീറ്റിംഗ് ആൻഡ് സൈനിങ് എന്ന 2 ഭാഗങ്ങൾ കാണാവുന്നതാണ്. മറ്റുള്ള മീറ്റിംഗിലേക്ക് ജോയിൻ ചെയ്യാൻ വേണ്ടി നമുക്കിവിടെ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. ജസ്റ്റ് അതിൽ ക്ലിക്ക് ചെയ്യാം. ശേഷം നമുക്ക് ഒരു മീറ്റിംഗ് ID ഉണ്ടാകും. മീറ്റിംഗ് സംഘടിപ്പിക്കുന്നവർ നമുക്ക് ഷെയർ ചെയ്യുന്ന മീറ്റിംഗ് URL അല്ലെങ്കിൽ മീറ്റിംഗ് നമ്പർ നമുക്ക് ടൈപ്പ് ചെയ്തുകൊണ്ട് അതിൽ ജോയിൻ ചെയ്യാൻ കഴിയുന്നതാണ്. അല്ലെങ്കിൽ നമുക്ക് അക്കൗണ്ട് ഇല്ല എങ്കിൽ നമുക്കൊരു മീറ്റിംഗ് ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ സൈൻ ഇൻ എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്യാം. ശേഷം നമുക്ക് സൈനപ്പ് ചെയ്യാവുന്നതാണ്. അപ്പോൾ സൈനപ്പ് ചെയ്യുന്നതിന് വേണ്ടി നമുക്ക് നമ്മുടെ ഇമെയിൽ ID ഇവിടെ നൽകണം. ഇമെയിൽ മാത്രം ആവശ്യമുള്ളൂ. ശേഷം സൈനപ്പ് നൽകുക. അതിനുശേഷം വരുന്ന സ്ക്രീനിൽ നമുക്ക് നമ്മുടെ യൂസർ നെയിമും അതുപോലെ മറ്റു ഡീറ്റെയിൽസും നൽകിക്കൊണ്ട് കണ്ടിന്യൂ കൊടുക്കുക. അപ്പോൾ നമ്മൾ അക്കൗണ്ട് ക്രിയേറ്റ് ആയിട്ടുണ്ട്. ഇനി നമ്മൾ ജിമെയിൽ ഓപ്പൺ ചെയ്ത് അക്കൗണ്ട് വെരിഫിക്കേഷൻ നടത്തണം. അതിനുവേണ്ടി ജിമെയിൽ അക്കൗണ്ട് ഓപ്പൺ ചെയ്യുന്നു. ഇവിടെ മെസ്സേജ് വന്നിട്ടുണ്ട്. അവിടെ ക്രിയേറ്റ് പാസ്വേഡ് എന്നൊരു ഭാഗം കാണാവുന്നതാണ്. ജസ്റ്റ് അതിൽ ഒന്ന് ക്ലിക്ക് ചെയ്ത് വെക്കുക. ശേഷം ഒരു പാസ്വേഡ് ഇതിലേക്ക് നമുക്ക് ക്രിയേറ്റ് ചെയ്യേണ്ട ആവശ്യമുണ്ട്. അപ്പോൾ പാസ്വേഡ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം അതിൻ്റെ റൈറ്റ് സൈഡിൽ പറയുന്നുണ്ട്. മിനിമം 8 ക്യാരക്ടേഴ്സ് ആവശ്യമുണ്ട്. അതിൽ 2 ലെറ്റേഴ്സ് വേണം. അതുപോലെ തന്നെ അപ്പർ കേസും ലോവർ കേസും മിക്സ് ആയിരിക്കണം. അറ്റ്ലീസ്റ്റ് 1 നമ്പർ നിർബന്ധമാണ്. അപ്പോൾ ഇതെല്ലാം ഉൾക്കൊള്ളുന്ന രൂപത്തിലുള്ള ഒരു പാസ്വേഡ്, സ്ട്രോങ് പാസ്വേഡ് ക്രിയേറ്റ് ചെയ്യുക. കാരണം നമുക്കറിയാം സൂമിൻ്റെ തന്നെ പോലെ തന്നെ പ്രൈവസി നല്ല ബാധിക്കുന്ന ഒരു വീഡിയോ കോൺഫറൻസിങ് ആണ്. അതുകൊണ്ട് തന്നെ നല്ലൊരു പാസ്വേഡ് സെറ്റ് ചെയ്തിട്ട് നമുക്ക് ഓക്കെ ചെയ്താൽ
ഡയറക്റ്റ് മീറ്റിങ്ങിൻ്റെ ഒരു ലൊക്കേഷൻ വരുന്നതാണ്. ഇനി നമുക്ക് ആപ്ലിക്കേഷൻ ഉപയോഗിക്കാം, അല്ലെങ്കിൽ അവിടെ ഇൻസ്റ്റാൾഡ് ആപ്ലിക്കേഷൻ എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്തുകൊണ്ട് നമുക്ക് പോകുമ്പോൾ ഇങ്ങനെയാണ് വരുന്നത്. ഇവിടെ നമുക്ക് സൈൻ ഇൻ എന്ന ഭാഗത്ത് എൻ്റർ യുവർ ഇമെയിൽ എന്ന ഭാഗത്ത് ഇമെയിൽ ക്ലിക്ക് ചെയ്ത ശേഷം നേരത്തെ നമുക്ക് കിട്ടിയ പാസ്വേഡ് ഇവിടെ ജസ്റ്റ് ടൈപ്പ് ചെയ്ത് വെക്കുക. ശേഷം മുകളിൽ കാണുന്ന നെക്സ്റ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യാം. അപ്പോൾ നമ്മൾ സൈൻ ഇൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയാണ് വരുന്നത്. വേണമെങ്കിൽ നമുക്ക് പാസ്വേഡ് സേവ് ചെയ്യാം. അപ്പോൾ ഇവിടെ ഓഡിയോ കൊടുക്കണമെന്നുണ്ടെങ്കിൽ ഞാൻ ഓൾറെഡി ഇപ്പോൾ ഒരു ഓഡിയോ ബാക്ക്ഗ്രൗണ്ടായിട്ട് നൽകുന്നുണ്ട്. അപ്പോൾ അവിടെ ആ ഒരു ബുദ്ധിമുട്ടുണ്ട്. ഇവിടെ റെഡി ടു ജോയിൻ എന്ന് കാണാം. അവിടെ താഴെ കാണുന്ന വോയിസ് റെക്കോർഡ്, അതുപോലെ വീഡിയോ റെക്കോർഡ്, സ്റ്റാർട്ട്, അങ്ങനെ 3 ഭാഗങ്ങളാണ് കാണുന്നത്. ഇപ്പോൾ വീഡിയോ ഓണാണ്, ക്യാമറ ഓണാണ്. അപ്പോൾ ഇവിടെ ക്യാമറ കാണാത്തത് ഞാനിത് ബാക്ക്ഗ്രൗണ്ട് ബ്ലാക്കായിട്ട് വെച്ചതാണ്. ഇവിടെ നമുക്ക് നമ്മുടെ വീഡിയോയുടെ അഡ്രസ്സ് കാണാവുന്നതാണ്. ഈ അഡ്രസ്സാണ് നാം മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യേണ്ടത്. ഇതിലാണ് അവർക്കുള്ള വീഡിയോ കോൺഫറൻസിങ്ങിലേക്ക് ജോയിൻ ചെയ്യാനുള്ള URL. ഇടത് ഭാഗത്ത് കാണുന്ന കണക്റ്റിംഗ് ടു ഓഡിയോ എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്യാം. നമുക്കിവിടെ ഓഡിയോ ഞാൻ പറഞ്ഞ പോലെ തന്നെ ഞാനിപ്പോൾ വേറെ ഉപയോഗിക്കുന്നുണ്ട്. സ്വൈപ്പ് ചെയ്താൽ നമുക്ക് ഓഡിയോ മോഡ് മാത്രമാക്കി വെക്കാം. നമ്മൾ ക്ലാസ് വെക്കുമ്പോൾ വീഡിയോ ഇല്ലാതെ വെറും ഓഡിയോ മാത്രം. ഇത് നമുക്ക് ഇതിൽ ആരൊക്കെ പാർട്ടിസിപ്പൻസ് ഉണ്ട് എന്നൊക്കെ ഇവിടെ കാണാൻ സാധിക്കുന്നതാണ്. താഴെ കാണുന്ന സ്റ്റാർട്ട് മൈ വീഡിയോ എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്തുകൊണ്ടാണ് മീറ്റിംഗ് സ്റ്റാർട്ട് ചെയ്യേണ്ടത്. അത് സ്റ്റോപ്പ് ചെയ്താൽ മീറ്റിംഗ് എൻഡ് ചെയ്യാവുന്നതാണ്. നമ്മുടെ പാർട്ടിസിപ്പൻസ് ഏതൊക്കെയാണെന്ന് ജസ്റ്റ് നോക്കാം. അപ്പോൾ ഇപ്പോൾ വീഡിയോ ഓണാണ്. ഇവിടെ വലതു ഭാഗത്ത് മുകളിൽ കാണുന്നത് ക്ലിക്ക് ചെയ്താൽ ഇവിടെ പാർട്ടിസിപ്പൻസിനെ കാണാവുന്നതാണ്. നിലവിൽ ആരും പാർട്ടിസിപ്പൻസ് ഇല്ല. ഒരാളെ ചേർത്തിട്ട് അതിൻ്റെ വീഡിയോ ഞാൻ ശേഷം വരുന്നുണ്ട്. ഇവിടെ അവരോട് നമുക്ക് പാർട്ടിസിപ്പൻസിനോട് ചാറ്റ് ചെയ്യാനും വേറെ ഇതിലേക്ക് ഇൻവൈറ്റ് ചെയ്യാനും ഓപ്ഷൻ ഉണ്ട്. ഇനി ഇവിടെ താഴെ കാണുന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്യുമ്പോൾ ഇവിടെ നമുക്ക് ഷെയർ എ കണ്ടൻറ്റ്, ലോക്ക് സ്ക്രീൻ, സ്വിച്ച് സ്പീക്കർ, ക്രിയേറ്റ് ഷോർട്ട് കട്ട്, അങ്ങനെ കുറേ കാര്യങ്ങൾ ഇവിടെ കാണാവുന്നതാണ്. ഓരോന്നും നമുക്ക് ഇതിൽ പറയാവുന്നതാണ്. അപ്പോൾ ഇവിടെ നമുക്ക് ഓരോന്നിൻ്റെ ഷോർട്ട് കട്ട് സെറ്റ് ചെയ്യാൻ സാധിക്കും. അതുപോലെ പോളിംഗ് നടത്താൻ സാധിക്കും. നമുക്ക് നമ്മുടെ വീഡിയോ ചെയ്യുമ്പോൾ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യാനുള്ള ഷെയർ കണ്ടൻറ്റ് എന്ന ഭാഗമാണിത്. അപ്പോൾ ഷെയർ ചെയ്യുമ്പോൾ നമുക്ക് വൈറ്റ് ബോർഡ്, നമ്മളെ ഒരു ക്ലാസ് റൂമിൻ്റെ പ്രതീതി സൃഷ്ടിക്കാൻ വേണ്ടി വൈറ്റ് ബോർഡ് ഷെയർ ചെയ്യാൻ സാധിക്കും. അതുപോലെ അവർക്ക് ആവശ്യമുള്ള ഫോട്ടോസ് നമുക്ക് ഗാലറിയിൽ നിന്ന് അവർക്ക് ഷെയർ ചെയ്തെടുക്കാൻ സാധിക്കും. അവർ താഴെ കാണുന്ന ഫോട്ടോ എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്യാം. ഡയറക്റ്റായിട്ട് നമുക്ക് സ്ക്രീൻ അവരിലേക്ക് ഷെയർ ചെയ്യാൻ സാധിക്കും. അതുപോലെ ഡ്രൈവിൽ നിന്നും മറ്റും ഫോട്ടോസും വീഡിയോസൊക്കെ നമുക്ക് ഡയറക്റ്റ് അവർക്ക് ഷെയർ ചെയ്യാൻ സാധിക്കും. അപ്പോൾ എല്ലാവർക്കും അത് കാണാൻ കഴിയുന്നതാണ്. അപ്പോൾ നമ്മൾ PPT ഒക്കെ ഇതുപോലെയാണ് ഉപയോഗിക്കുന്നത്, PDF ഒക്കെ ഇതിലാണ് ഉപയോഗിക്കുന്നത്. ഇനി മെയിൻ വിൻഡോയുടെ ഇടത് ഭാഗത്ത് നമുക്കിന്ന് പോകുമ്പോൾ അവിടെ നമുക്ക് മീറ്റിങ്സൊക്കെ ഒരു ടൈം വെച്ച് ഷെഡ്യൂൾ ചെയ്യാൻ കഴിയുന്നതാണ്. അപ്പോൾ ഇമ്പോർട്ടൻറ്റ് മീറ്റിങ്ങൊക്കെ ടൈം വെച്ച് നമുക്ക് ഒരു അലാം വെക്കാനൊക്കെ ഇതിലൂടെ സാധിക്കും. ജസ്റ്റ് നമുക്ക് ആ ടൈമിൽ ഒരു നോട്ടിഫിക്കേഷൻ വരും. അപ്പോൾ മീറ്റിംഗ് അറേഞ്ച് ചെയ്യാനൊക്കെ നമുക്ക് സാധിക്കും. ഓരോ പീരീഡ് വെച്ചൊക്കെ ഇത് ടൈപ്പ് ചെയ്യാൻ സാധിക്കും. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് ഒരു വീഡിയോ ഹോസ്റ്റ് ചെയ്യുന്നതും അതിലേക്ക് ജോയിൻ ചെയ്യുന്നതിൻ്റെയും ഒരു എക്സാമ്പിളാണ്. നമുക്ക് ആദ്യം ഈ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യാം. അപ്പോൾ വെബെക്സ് മീറ്റ് എന്ന ഈ ആപ്ലിക്കേഷൻ നമ്മൾ ഓപ്പൺ ചെയ്യാം. ഹോസ്റ്റ് ചെയ്യുന്ന ആൾക്ക് ഈ ആപ്ലിക്കേഷന് എങ്ങനെയാലും ആവശ്യമുണ്ട്. അതുപോലെ തന്നെ ഇതിലൊരു അക്കൗണ്ടും നിർബന്ധമായി ആവശ്യമുണ്ട്. ഈ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുമ്പോൾ അപ്പോൾ നമ്മൾ നേരത്തെ ചെയ്തു വെച്ച നമ്മളെ ഐഡികളൊക്കെ ഇവിടെ കാണാവുന്നതാണ്. നമ്മളെ വീഡിയോ അഡ്രസ്സും മറ്റുള്ള എല്ലാ കാര്യങ്ങളും ഇവിടെ വരുന്നുണ്ട്. ഈ അഡ്രസ്സ് നമ്മൾ ജസ്റ്റ് കോപ്പി ചെയ്തിട്ട് നമ്മൾ വാട്സപ്പിലും മറ്റുള്ളവർക്ക് അയച്ചു കൊടുക്കുക, പാർട്ടിസിപ്പൻസിന് അയച്ചു കൊടുക്കുക. അതുപോലെ തന്നെ നമുക്ക് വീഡിയോ കോൺഫറൻസിങ്ങിൻ്റെ ഈ മീറ്റിംഗ് നമ്പർ കൂടി അയച്ചു കൊടുക്കുന്നത് നന്നായിരിക്കും. അപ്പോൾ അത് വെച്ച് അവർ ജോയിൻ ചെയ്യും. ഏതെങ്കിലും ഒന്ന് മതി ജോയിൻ ചെയ്യാൻ. ശേഷം നമുക്ക് ഇവിടെ താഴെ കാണുന്ന ആ സ്റ്റാർട്ട് വീഡിയോ എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്യാം. അപ്പോൾ നമ്മുടെ വീഡിയോയുടെ പ്രിവ്യൂ ഇതുപോലെ വരുന്നതാണ്. ഞാനിപ്പോൾ രാത്രിയാണ് ചെയ്യുന്നത്, അതുകൊണ്ട് ക്ലിയർ കുറച്ച് കുറവാണ്. ഇപ്പോൾ നമ്മുടെ പാർട്ടിസിപ്പൻസ് ആരുമില്ല, അതായത് ഇതുവരെ ജോയിൻ ചെയ്തിട്ടില്ല. ജോയിൻ ചെയ്യുമ്പോൾ നമുക്ക് ഇങ്ങനെയുള്ള ഒരു ഇൻ്റർവ്യൂസിലേക്കാണ് നമ്മൾ വരുന്നത്. സ്ക്രീന് 2ആയി സ്പ്ലിറ്റ് ആവുന്നുണ്ട്. ഇപ്പോൾ 2 ആൾ ഉള്ളൂ, അതുകൊണ്ടാണ് ഇങ്ങനെ. കുറേ പേര് ജോയിൻ ചെയ്യുമ്പോൾ അതിൽ മാറ്റം സംഭവിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് 2 പേരെയും ഇതുപോലെ കാണാവുന്നതാണ്. മറ്റുള്ള ആളെ കണ്ടിട്ടില്ലെങ്കിൽ അവരുടെ മൊബൈലിൽ വീഡിയോ എന്ന ഭാഗത്ത് അത് ഡിസേബിൾ ആയിരിക്കും. അപ്പോൾ ഇതുപോലെ നമുക്ക് കാണാവുന്നതാണ്. കുറേ പേരുണ്ടെങ്കിൽ സ്വൈപ്പ് ചെയ്തിട്ട് ബാക്കിയുള്ളവരെ നമുക്ക് കാണാവുന്നതാണ്. താഴെ കാണുന്ന 3 ഡോട്ട്സിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് കുറേ ഓപ്ഷൻസ് കാണാം. ഇവിടെയാണ് നമുക്ക് ഷെയർ സ്ക്രീൻ, വൈറ്റ് ബോർഡൊക്കെ എല്ലാ ഫീച്ചേഴ്സും വരുന്നത്. ജസ്റ്റ് നമുക്ക് ഒരു എക്സാമ്പിളായിട്ട് വൈറ്റ് ബോർഡ് എടുക്കാം. അപ്പോൾ വൈറ്റ് ബോർഡ് ക്ലിക്ക് ചെയ്യുമ്പോൾ ഇങ്ങനെയാണ് വരുന്നത്. നമ്മളെ വീഡിയോ ഹോസ്റ്റ് ചെയ്യുന്ന ആൾക്ക് ഫുൾ സ്ക്രീനിലാണ് വരുന്നത്. അപ്പോൾ അത് ഇതുപോലെ നമുക്ക് എന്ത് ടൈപ്പ് ചെയ്യാനും എഴുതാനൊക്കെ സാധിക്കുന്നതാണ്. അതുപോലെ അത് ഇറേസ് ചെയ്യാനും ഇവിടെ ടൈപ്പിംഗ്, കോപ്പി പേസ്റ്റ് ചെയ്യാനും എല്ലാ കാര്യങ്ങളും ഇവിടെ വരുന്നതാണ്. അപ്പോൾ ഇത് മറ്റുള്ളവർക്ക് അവർക്ക് ഒരു ചെറിയ ഡിസ്പ്ലേ ആയിട്ടാണ് വരുന്നത്. അപ്പോൾ ഇത് നമുക്ക് ഇതുപോലെ ചെയ്യാൻ കഴിയും. ഒഴിവാക്കുമ്പോൾ അത് നമുക്ക് ഡോക്യുമെൻ്റായിട്ട് നമ്മളെ ഗാലറിയിലേക്ക് സേവ് ചെയ്യാൻ സാധിക്കും. അതുപോലെ തന്നെ ഷെയർ കണ്ടൻറ്റ് എന്ന ഭാഗത്ത് നമുക്ക് അടുത്തായിട്ട് ഒരു ഫോട്ടോ ഷെയർ ചെയ്യാം. അതും നമ്മുടെ ഗാലറിയിലൊക്കെ നമ്മുടെ പാഠമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, അതുപോലെ മറ്റുള്ളവർക്ക് വീഡിയോ കോൺഫറൻസിങ്ങുമായി ബന്ധപ്പെട്ട ഫയൽസൊക്കെ അയച്ചു കൊടുക്കുമ്പോൾ ഇതുപോലെ നമുക്ക് ചെയ്യാൻ കഴിയുന്നതാണ്. ഇതും അവർക്കും ഡിസ്പ്ലേ ആവുന്നതാണ്.
അതുപോലെ തന്നെ ധാരാളം ഓപ്ഷൻസ് ഇനിയുമുണ്ട്. നമുക്ക് അവരോട് ചാറ്റ് ചെയ്യാൻ കഴിയും. അങ്ങനെ കുറേ കാര്യങ്ങൾ ഇതിൽ പറയുന്നുണ്ട്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ബേസിക്കായ എല്ലാ കാര്യങ്ങളും. നമുക്ക് പോളിംഗ് നടത്തുവാനൊക്കെ സാധിക്കും. അപ്പോൾ എല്ലാ ബേസിക്കായ കാര്യങ്ങളും ഇത് നമുക്ക് ലഭ്യമാണ്. സൂമിനെ പോലെ തന്നെ നമുക്ക് അതിലേറെ ഫ്രീ ആയിട്ട് സംഘടിപ്പിക്കാൻ സാധിക്കും. ഇപ്പോൾ ഇവിടെ പാർട്ടിസിപ്പൻസിൽ നമുക്ക് 2 ആളാണ് ഇപ്പോൾ കാണുന്നത്. വേറെ ആളെ ആവശ്യമുണ്ടെങ്കിൽ നമുക്ക് ഇമെയിൽ വഴി ഇൻവൈറ്റ് ചെയ്യാൻ കഴിയുന്നതാണ്, അല്ലെങ്കിൽ വാട്സപ്പ് പോലെ ചെയ്യാൻ കഴിയുന്നതാണ്. അപ്പോൾ ഇനി നമുക്ക് ഓഡിയോ മാത്രമേ ആവശ്യമുള്ളെങ്കിൽ ഇടത്തോട്ടൊന്ന് സ്വൈപ്പ് ചെയ്താൽ ഇവിടെ ഓഡിയോ മാത്രം കിട്ടും. ഇൻ്റർനെറ്റ് കണക്ഷൻ ലോ സ്പീഡാണെങ്കിൽ നമുക്കിത് ഉപയോഗിക്കാവുന്നതാണ്. അപ്പോൾ ഇനി നമ്മൾ വീഡിയോ നിർത്തുമ്പോൾ ലീവ് മീറ്റിംഗ് എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്യൽ നിർബന്ധമാണ്, അല്ലെങ്കിൽ നമുക്കത് വീണ്ടും വീഡിയോ തുടർന്നുകൊണ്ടിരിക്കും. അപ്പോൾ ഇത്രയൊക്കെയാണ് ഈ വെബെക്സ് മീറ്റിംഗ് എന്ന ഈ ആപ്ലിക്കേഷനെ കുറിച്ച് ബേസിക്കായിട്ട് പറയാനുള്ളത്. ബേസിക്കായി നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ ഇത്രയൊക്കെയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്പെട്ടുവെങ്കിൽ ഷെയർ ചെയ്യാം, അതുപോലെ ലൈക്ക് ചെയ്യാനും മറക്കരുത്. മാക്സിമം നമ്മളെ ഫ്രണ്ട്സിലേക്കും മറ്റും ഷെയർ ചെയ്യുക. കുറേ പേർ ഇപ്പോൾ ഇത് ഓൺലൈൻ ക്ലാസ്സിനും മറ്റും ഈ ആപ്ലിക്കേഷൻ ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഇതിനെക്കുറിച്ച് ബേസിക് എല്ലാ ഡീറ്റെയിൽസും അറിയുന്നതിന് വേണ്ടി മാക്സിമം നിങ്ങൾ ഈ വീഡിയോ ഷെയർ ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതുപോലെ ഇതുപോലുള്ള ഇൻഫർമേഷൻ നിങ്ങൾക്ക് കിട്ടാൻ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടപ്പുറത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്ത് വെക്കുക. അപ്പോൾ വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി.